കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാടിനെ പറ്റിയാണ്. ഞാൻ ഒരു ചെറിയ ട്രിപ്പ് അതിൽ പോകാനിടയായി. അപ്പോൾ ഞാൻ അറിഞ്ഞ ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അപ്പർ കുട്ടനാട്, ലോവർ കുട്ടനാട് എന്ന രണ്ടായി കുട്ടനാടിനെ നമ്മൾ അറിയപ്പെടുന്നുണ്ട്. പണ്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൻ്റെ നെല്ലറയാണ് കുട്ടനാടെന്നൊക്കെ. അതിൽ ലോവർ കുട്ടനാടിനൊരു പ്രത്യേകതയുണ്ട്. അത് സമുദ്രനിരപ്പിനേക്കാൾ താഴെയുള്ള ഭൂപ്രദേശമാണ്. ഈ യാത്രയിലാണ് എനിക്കത് അറിയാൻ സാധിച്ചത്. ഈ വീഡിയോയിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അത് മനസ്സിലാകും. വേമ്പനാട്ട് കായലിൽ കൂടി ഒരു യാത്ര പോയപ്പോൾ ഞാൻ പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആ കാണുന്ന കരിങ്കൽക്കെട്ടിനപ്പുറം ആണ് ലോവർ കുട്ടനാട്. നമ്മൾ യാത്ര ചെയ്യുന്നത് കായലിൽ കൂടിയാണ്. പുന്നമട കായൽ, വേമ്പനാട്ട് കായൽ എന്നൊക്കെ പറയത്തില്ലേ, അതിൻ്റെയൊക്കെ ഭാഗങ്ങളായിട്ടുള്ള കായലിൽ കൂടിയാണ് ഈ ബോട്ട് യാത്ര ചെയ്യുന്നത്. ഈ ലോവർ കുട്ടനാടെന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായൊരു കൃഷി പ്രദേശമാണ്. കായലിൽ നിന്ന് ചെളി കോരി ബണ്ട് നിർമ്മിച്ച് വെള്ളം കൃഷിഭൂമിയിലേക്ക് പ്രവേശിക്കാതെ പണ്ട് കാലത്ത് സാധാരണ കൃഷിക്കാർ അവരുടെ ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കി എടുത്ത ബണ്ട് ആണ് വെള്ളം കൃഷിഭൂമിയിലേക്ക് പ്രവേശിക്കാതെ ഇരിക്കുന്നത്. അങ്ങനെയാണ് അത് കൃഷിഭൂമി താണും ജലം, അതായത് ഈ കായൽ മേളിലുമായിട്ട് കാണപ്പെടുന്നത്. അവിടെ ലോവർ കുട്ടനാടിൽ ഇന്നും വർഷത്തിൽ 2 തവണ നെൽകൃഷി ചെയ്യുന്നുണ്ട്. പുഞ്ചകൃഷിയും മൺസൂൺ കൃഷിയും. ഇപ്പോൾ നാം കാണുന്ന വെള്ളം കയറി കിടക്കുന്ന സ്ഥലമെല്ലാം നെൽകൃഷിക്ക് വേണ്ടി കൃഷിയിട ഒരുക്കി വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. 120 ദിവസത്തിൽ വിളവെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള നെല്ലാണ് അവിടെ കൃഷി ചെയ്യുന്നത്. 2018 വെള്ളപ്പൊക്കത്തിൽ ഈ കാണുന്ന വീടുകളൊക്കെ മുഴുവനും മുങ്ങിപ്പോയിരുന്നു, വെള്ളത്തിനടിയിലായിരുന്നു. ഇപ്പോൾ അവരുണ്ടാക്കുന്ന വീടുകളൊക്കെ പില്ലറിൽ കിളർത്തി സാധാരണ വരുന്ന വെള്ളത്തെയൊക്കെ ചെറുക്കത്തക്ക രീതിയിൽ ഹൈറ്റിലാണ് വീടുകളുണ്ടാക്കുന്നത്. അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ഈ ഓരോ വീടിൻ്റെയും ഫ്രണ്ടിൽ കാണുന്ന ചെറിയ ചെറിയ ബോട്ടുകളുണ്ടല്ലോ, അതാണ് അവർ യാത്രയ്ക്കായി ഉപയോഗിക്കുന്നത്. നമ്മൾ കാറും ബൈക്കും ഒക്കെ നമ്മുടെ വീടിൻ്റെ പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്നത് പോലെയാണ് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവർ ഈ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുന്നത്. ലോവർ കുട്ടനാട്ടിലെ മുക്കാലും ജനങ്ങളും ഈ വെള്ളത്തിൻ്റെ വെള്ളപ്പൊക്കം മൂലം ഉണ്ടാകുന്ന കഷ്ടപ്പാട് കാരണം വേറെ സ്ഥലങ്ങളിലേക്ക് മാറി താമസിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആൾക്കാരുടെ വീടുകളാണ് നമ്മളീ കാണുന്നത്. അതിൻ്റെ സൈഡിൽ വേറെ വഞ്ചി കെട്ടിയ ബോട്ടൊക്കെ കാണുന്നത് യാത്രക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഉള്ള വള്ളങ്ങളാണ്. ഞങ്ങളും അതുപോലെ ഒരു വള്ളത്തിലാണ്, ഒരു ഹൗസ് ബോട്ടിലാണ് ഈ യാത്ര ചെയ്യുന്നത്. പിന്നെ ആ വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നെൽകൃഷിക്ക് വേണ്ടിയിട്ട് പാടമുഴുത് അതിനെ കൃഷിഭൂമി കറക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന കായലിൻ്റെ സൈഡിൽ കാണുന്ന ആ കൽക്കെട്ടുണ്ടല്ലോ, അതിനിപ്പുറം കാണുന്നതൊക്കെ പോളയെന്ന് പറയുന്ന, ആഫ്രിക്കൻ പായലെന്നൊക്കെ പറയുന്ന ഒരു സാധനമാണ്. നമുക്കത് കരയാണെന്ന് തോന്നും, പക്ഷേങ്കിലല്ല, അത് വെള്ളത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു പായലാണ്. പോള കോരുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഈ പടിഞ്ഞാറൻ പ്രദേശത്തൊക്കെ പോള കയറി കിടക്കുകയാണ്, അപ്പം പോള കോരുകയാണെന്നൊക്കെ പറയുന്നത്. ഇതിനെ വലിച്ച് ഇങ്ങനെ JCB ഒക്കെ വെച്ച് വലിച്ചു കയറ്റുന്നത് നമ്മൾ എറണാകുളം പോകുമ്പം ആ റോഡിൽ, ചങ്ങനാശ്ശേരിയിൽ നിന്ന് ആലപ്പുഴയോട്ട് പോകുന്ന ആ റോഡിൽ ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. ഇത് ഈ വെള്ളത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ നമ്മൾക്ക് തോന്നും അതൊരു കരപ്രദേശമാണെന്ന്. പക്ഷേ അല്ല, അത് ഇതുപോലുള്ള പായൽ പൊങ്ങിക്കിടക്കുന്നതാണ്. പിന്നെ ജലയാത്ര ഒരു നല്ല അനുഭവമായിരുന്നു. നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ അതിൽ നിന്ന് അറിഞ്ഞ ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. അപ്പർ കുട്ടനാടെന്നും ലോവർ കുട്ടനാടെന്നും രണ്ടായിട്ട് കുട്ടനാടിനെ വിഭജിച്ചിട്ടുണ്ട്. അതിൽ ലോവർ കുട്ടനാടിൻ്റെ പ്രത്യേകതയാണ് ഞാൻ പറഞ്ഞത്. സമുദ്രനിരപ്പിനേക്കാളിലും താണാണ് ലോവർ കുട്ടനാട്